പറഞ്ഞിട്ടാണ് ഞാൻ റീലിട്ടത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കയറിപ്പോയത്. എനിക്ക് ആ ഡ്രസ്സ് കംഫോർട്ടായിരുന്നു. പിന്നെ കൂട്ടുകാരും ആ പാട്ടും ഒക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കംഫോർട്ടായിട്ട് തോന്നി. എനിക്ക് വിഷമമായി. ഞാൻ അമ്മയോട് പോയി ചോദിച്ചു, അമ്മ ഈ കോസ്റ്റ്യൂമിൽ തന്നെ ഇട്ട് കളിച്ച കുഴപ്പമുണ്ടോ? അപ്പോൾ ഞായറാഴ്ച ദിവസം ഡാൻസ് കളിച്ച് പോകണം എന്നൊക്കെ ഓർത്ത് മടി വരാറുണ്ട്. പക്ഷേ എനിക്ക് പോയി കഴിഞ്ഞാൽ ഡാൻസ് ഇഷ്ടമാണ്. ഇപ്പോൾ പക്ഷെ എനിക്ക് അങ്ങനെ മടി വരാറില്ല. പണ്ട് ചെറുപ്പത്തിലൊക്കെ മടി വരുമായിരുന്നു, ഇപ്പോൾ എനിക്ക് മടിയില്ല. ഈ വർഷം എനിക്ക് കുച്ചിപ്പുടിയും കേരളത്തിനും ജില്ലയിൽ നിന്ന് ഫസ്റ്റും സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇവർക്ക് കേരളത്തിന് എ ഗ്രേഡ് സ്റ്റേറ്റിൽ ഫസ്റ്റും സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഞാൻ ചിലങ്ക ഇട്ടിട്ടില്ലായിരുന്നു. ഫ്രണ്ട്സൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ വെയിറ്റും കാതിൽ കിടക്കുന്ന ആ കമ്മലിൻ്റെ വെയിറ്റും അതൊക്കെ നമ്മൾ മറക്കും. ഹലോ പ്രാർത്ഥന, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് നിൽക്കുകയാണല്ലോ ഡാൻസ് കളിച്ച്. അതെ. അപ്പോൾ ശരിക്കും ഇത് കുച്ചിപ്പുടി ഡാൻസ് ആണോ ഭരതനാട്യം ഡാൻസ് ആണോ അതോ എന്താണ് സംഭവം? ഇത് കുച്ചിപ്പുടിയാണ് കോസ്റ്റ്യൂം. ഞാൻ കുച്ചിപ്പുടി കളിച്ചിട്ട് ഇറങ്ങിയിട്ട് വന്നപ്പോൾ ഉള്ളൊരു ഡാൻസ് ആയിരുന്നു അത്. പക്ഷെ എല്ലാവരും DJ മോഹിനിയാട്ടം, DJ ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞാൽ ട്രെൻഡായത്. പക്ഷെ എനിക്ക് ഓക്കെ, ഞാൻ അവരങ്ങനെ ആണ് സ്വീകരിച്ചെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഈ ഡാൻസിലേക്ക് എങ്ങനെ വരുന്നത് ശരിക്കും? എൻ്റെ ചേച്ചി ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്ങനെ ഭരതനാട്യം ചേച്ചി പഠിച്ചതായിരുന്നു. അതൊക്കെ എനിക്ക് ചേച്ചി ഇങ്ങനെ ഭരതനാട്യം കളിക്കുമ്പോൾ എനിക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിയുടെ കൂടെ കളിക്കുമായിരുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടേ ഇഷ്ടമാണ് ഡാൻസ്. ഡാൻസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ചെയ്യണത് അതോ ബ്രേക്ക് ഡാൻസ് അതിൽ തന്നെ പോകണമെന്നാണ്? ഏതാ ഇഷ്ടം ശരിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്രേക്ക് ഡാൻസ് ആണ്. എനിക്ക് രണ്ടിലും പോകണം. എനിക്ക് ക്ലാസിക്കലും എനിക്ക് എല്ലാത്തിലും ഇങ്ങനെ എല്ലാ വഴിയിലും സഞ്ചരിക്കണം എനിക്ക് ആഗ്രഹം. അപ്പോൾ അതായത് നിമിഷ നേരം കൊണ്ട് ഒരു 2 കോടിയിലധികം ആൾക്കാരാണ് ശരിക്കും ഡാൻസ് കണ്ടേക്കുന്നത്. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്താ പറയണത്? അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എന്നുവെച്ചാൽ അവർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഹാപ്പി. ഭയങ്കര എന്നുവെച്ചാൽ നമ്മൾ വിചാരിച്ചില്ലല്ലോ, നമ്മൾ ചുമ്മാ ഇട്ടൊരു റീലായിരുന്നു. സത്യം പറഞ്ഞാൽ ആ റീല് ഞാൻ സ്റ്റോറി ഇടാൻ വേണ്ടി വെച്ചിരുന്നായിരുന്നു. പിന്നെ അമ്മയും ചേച്ചിയും പറഞ്ഞിട്ടാണ് ഞാൻ റീലിട്ടത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കയറിപ്പോയത്. ലക്കാന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞുകൂടാ. പ്രാർത്ഥനയെ കുറിച്ചൊന്ന് പറയാമോ? ആരാണ് പ്രാർത്ഥന? എന്താണ്? ഞാനാണ് പ്രാർത്ഥന. ഓക്കെ. എന്നാലും എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 10ലാണ്. ഏജ് ജോൺ തലവലപ്പറമ്പ് സ്കൂളിൽ ഞാൻ പഠിക്കുന്നത്. വീട്ടിലാരൊക്കെയുള്ളത്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ ഞാൻ. 2 പേരാണ്? 2 പേര്. ചേച്ചി ഡാൻസ് കളിക്കും? ചേച്ചി 4 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്നതാണ്. ചേച്ചി ചെറുപ്പം തൊട്ട് ഡാൻസ്. പ്രാർത്ഥന എത്ര വയസ്സ് പോലെ പഠിക്കുന്നത്? ഞാൻ 2ാം ക്ലാസ്സിൽ തുടങ്ങിയത് ഡാൻസ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഡാൻസിന് എന്താണ് ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡാൻസിൽ? ഇപ്പോൾ ഭരതനാട്യം തന്നെ. ഭരതനാട്യം പഠിക്കുന്നുണ്ട്, കുച്ചിപ്പുടി ഉണ്ട്. കുച്ചിപ്പുടി ഞാൻ ഈ വർഷം തുടങ്ങിയതേ ഉള്ളൂ. കേരള നടനമുണ്ട്. ഞാൻ RLV പ്രദീപ് സാറിൻ്റെ അടുത്തും ചിത്ര ടീച്ചറിൻ്റെ അടുത്തും RLV ശക്തി സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. കുച്ചിപ്പുടി വേഷത്തിൽ വന്നിട്ട് ബ്രേക്ക് ഡാൻസ് കളിച്ചിട്ടാണ് വൈറലായി. ശരിക്കും ഏതൊക്കെ ഡാൻസ് മേഖലയിലാണ് നിൽക്കുന്നത്? എന്തൊക്കെയാണ് ഇഷ്ടം? ഞാൻ ക്ലാസിക്കലേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഭരതനാട്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ബ്രേക്ക് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടം ബ്രേക്ക് ഡാൻസ് ആണ്. അപ്പോൾ കുച്ചിപ്പുടി ഈ വർഷം മുതലാണ് തുടങ്ങിയത്? ഈ വർഷം മുതലാണ് കുച്ചിപ്പുടി. പിന്നെ വേറെ കേരള നടനം ചെയ്യുന്നുണ്ട്? കേരള നടനം പഠിക്കുന്നുണ്ട്. ഇത് 3 ചെയ്യുന്നത്? ഇത് 3 പഠിക്കും. സ്കൂൾ തലത്തിൽ മത്സരിക്കാനൊക്കെ പോകുന്നുണ്ടോ? സ്കൂൾ തലത്തിൽ ഞാൻ ഡാൻസിനൊക്കെ മത്സരിക്കാറുള്ളതാണ്. എന്തൊക്കെയാണ് ഇനി എന്തൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം ശരിക്കും? എനിക്ക് ഡാൻസ് മേഖലയിൽ പോകണമെന്ന് ആഗ്രഹം. പിന്നെ ഞാൻ സ്റ്റേറ്റിലും പോയിട്ടുള്ളതാണ്. 9ാം ക്ലാസ്സിൽ ഞാൻ സ്റ്റേറ്റിൽ പോയതാണ്. കേരള നടനത്തിന് ഞാൻ സ്റ്റേറ്റിൽ പോയതായിരുന്നു. എനിക്ക് ഡാൻസിൻ്റെ മേഖലയിൽ തന്നെ പോകാനാണ് ആഗ്രഹം. ഇപ്പം ബ്രേക്ക് ഡാൻസ് ആണ് ചെയ്ത് വൈറലായത്. ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സും കൂടി കളിച്ചായിരുന്നല്ലോ, അവരെന്താ പറഞ്ഞു ശരിക്കും? അവരൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ റീലങ്ങ് കയറിപ്പോയത്. അപ്പോൾ എന്നുവെച്ചാൽ എനിക്കൊരു വിഷമമുണ്ട്. കാരണം എനിക്ക് അവരെ കൊളാബറേഷൻ ചെയ്ത് റീലിടാൻ പറ്റിയില്ല. കാരണം ഞാൻ ഓർത്തു ഇതങ്ങനെ കയറി പോകത്തില്ലെന്ന് ഓർത്തുകൊണ്ട് ഇട്ടൊരു റീലായിരുന്നു. പക്ഷെ അതങ്ങ് കയറിപ്പോയി. അതിനുശേഷം അവരെന്ത് പറഞ്ഞു വിളിച്ചിട്ട്? അവരുടെ പേരൻസ് ആണെങ്കിലും അവരാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു അനിരുദ്ധ സാറിനെ. ആ സാറ് വരെ ലൈക്ക് അടിച്ചു ആ വീഡിയോയ്ക്ക്. അപ്പോൾ വളരെ ഹാപ്പിയാണ്, പറയാൻ പറ്റുന്നില്ല. ഒത്തിരി ആൾക്കാർ കണ്ടു. പക്ഷെ ആ ഡാൻസിലേക്ക് വന്നൊരു സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? ഞാൻ കുച്ചിപ്പുടി മത്സരിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി എനിക്ക് ഫസ്റ്റാന്ന് അറിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ സന്തോഷിച്ച്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളുകാരിങ്ങനെ അവസാനത്തെ പരിപാടിയായിരുന്നു കുച്ചിപ്പുടി. അപ്പോഴത്തേക്ക് തീരുന്ന സമയത്ത് ഇവരിങ്ങനെ തുള്ളാൻ വേണ്ടിയിട്ടൊക്കെ പിള്ളേർക്ക് പാട്ടിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ പാട്ടിട്ടപ്പോഴത്തേക്ക് എനിക്ക് കോസ്റ്റ്യൂം ഊരി ഹെയറൊക്കെ മാറ്റി വരാൻ ഒരു 1 മണിക്കൂറൊക്കെ ആവും. അപ്പോഴത്തേക്ക് പിള്ളേരൊക്കെയാണ് വീട്ടിൽ പോകും.
എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ പോകും. അപ്പോഴത്തേക്ക് എനിക്ക് വിഷമമായി. ഇവരാണെങ്കിൽ വാ കളിക്കാം, ഞങ്ങൾ പോവും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിഷമമായി. ഞാൻ അമ്മയോട് പോയി ചോദിച്ചു, അമ്മ ഈ കോസ്റ്റ്യൂമിൽ തന്നെ ഇട്ട് കളിച്ച കുഴപ്പമുണ്ടോ? അപ്പം അമ്മ പറഞ്ഞ് എന്നൊരു കാര്യം ചെയ്യുന്ന എന്നാൽ കളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ അമ്മ വിടുമായിരുന്നു ചെയ്തത്. അങ്ങനെ ആ ഡ്രസ്സ് ഇട്ട് കളിച്ചപ്പോൾ അമ്മയും ചേച്ചി പിടിച്ചൊരു വീഡിയോ അത്. ഈ ഡ്രസ്സിൽ നമുക്ക് എങ്ങനെ കളിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഡ്രസ്സ് ഇട്ട് നേരത്തെ പരിചയമുള്ളതാണല്ലോ. അപ്പോൾ എനിക്കൊന്ന് ബ്രേക്കിനേക്കാളും കുറച്ച് കാലൊക്കെ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കളിക്കാനുള്ളത് കുച്ചിപ്പുടിയും ഭരതനാട്യം ആയിരിക്കും ആ ഡ്രസ്സ് ഇട്ട് തന്നെ. എനിക്ക് ആ ഡ്രസ്സ് കംഫോർട്ടായിരുന്നു. പിന്നെ കൂട്ടുകാരും ആ പാട്ടും ഒക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കംഫോർട്ടായിട്ട് തോന്നി എനിക്ക് ആ ഡ്രസ്സ്. ചെറുപ്പകാലം മുതലേ ചേച്ചിയുടെ ഡാൻസ് കണ്ടിട്ടാണ് ഡാൻസ് ഇഷ്ടപ്പെടുന്നതെന്നും അതിനുശേഷം ഇപ്പോൾ 2ാം ക്ലാസ് മുതലാണ് ഡാൻസ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വീട്ടിൽ ഡാൻസ് കളിക്കാനും അതിനുള്ള സപ്പോർട്ട് ഏറ്റവും കൂടുതൽ തന്നെ ആരാണ്? അമ്മ തന്നെയാണ്. അമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇച്ചിരി കൂടി കൂടുതൽ. ഈ 3 പേരും സപ്പോർട്ട് ചെയ്യും. കാരണം ഞാൻ കളിക്കുന്നതൊക്കെ ഇവർക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയൊക്കെ എന്താ പറയാറുള്ളത്? ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കളിക്കുന്ന ഡാൻസ് കളിക്കുന്ന കാണാൻ. ചേച്ചിക്കും അച്ഛയ്ക്കും അമ്മയ്ക്കും 3 പേർക്കും ഇഷ്ടമാണ്. 3 പേരും ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും കുറച്ചും കൂടി ഇങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്യാൻ പറയുന്നതൊക്കെ അമ്മയാണ്. ശരിക്കും ഡാൻസിന് ഇപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടെങ്കിലും ഒരു മടിയൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും മടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? മടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ ക്ലാസ്. അപ്പോൾ ഞായറാഴ്ച ദിവസം ഡാൻസ് ക്ലാസ്സിൽ പോകണം എന്നൊക്കെ ഓർത്ത് മടി വരാറുണ്ട്. പക്ഷേ എനിക്ക് പോയി കഴിഞ്ഞാൽ ഡാൻസ് ഇഷ്ടമാണ്. ഇപ്പോൾ പക്ഷെ എനിക്ക് അങ്ങനെ മടി വരാറില്ല. പണ്ട് ചെറുപ്പത്തിലൊക്കെ മടി വരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് മടിയില്ല. വലിയതായോണ്ടായിരിക്കും. ഈ ഡാൻസിൻ്റെ ഇപ്പോൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഇതിലാണ്? ഭരതനാട്യത്തിനാണ് ഞാൻ. ഈ ഇപ്പോൾ ബ്രേക്ക് ഡാൻസ് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പഠിക്കാൻ പോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടോ? എനിക്ക് പഠിക്കാൻ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ബ്രേക്ക് ഡാൻസ്. പക്ഷേ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പാലയിൽ ബ്രേക്ക് ഡാൻസ് പഠിക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ എനിക്ക് പാലയിലും കോട്ടയത്തുമായിട്ട് അങ്ങനെ വന്നു പോയി പഠിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഇവിടെയാണല്ലോ. കടുത്തുരുത്തിയിൽ നിന്ന് പാലയിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ കോട്ടയത്ത് പോയി അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടായതുകൊണ്ടാണ് എനിക്ക് ബ്രേക്ക് പഠിക്കാൻ പറ്റാതായിപ്പോയത്. ഇതാണ് എൻ്റെ ചേച്ചിയുടെ ഡാൻസ് കണ്ടിട്ടാണ് ഞാൻ ഡാൻസിലേക്ക് പോയത്. ചേച്ചി ശരിക്കും ഏത് ഡാൻസിലാണ്? പേരെങ്ങനെയാണ്? തീർത്ഥ പ്രകാശ്. ഓക്കെ. താങ്കൾ ഏത് ഡാൻസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ ഭരതനാട്യമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കുച്ചിപ്പുടിയും കേരളനും പഠിക്കുന്നുണ്ട്. ഇതുപോലെ ഡപ്പാങ്കൂത്ത് ഇഷ്ടപ്പെടുന്ന ആളാണോ? അപ്പം എല്ലാവർക്കും ഡപ്പാങ്കൂത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഇഷ്ടമാണല്ലോ. പിന്നെ കളിക്കാൻ എല്ലാം ഇഷ്ടമാണ്. ആളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? ഇല്ല, അവൾക്ക് തന്നെ എല്ലാം ചെയ്യാൻ അറിയാം. സ്വന്തമായിട്ട് തന്നെ അവൾ എന്നിട്ട് പ്രാക്ടീസ് ചെയ്തൊക്കെ തന്നെയായിട്ട് സെറ്റ് ആയിക്കോളും. അങ്ങനെ വലിയായിട്ടൊന്നും പറയത്തില്ല. അപ്പോൾ അനിയത്തി വൈറലായതിനെ കുറിച്ചിട്ട് എന്താ തോന്നുന്നത്? എന്നാലും ഫ്രണ്ട്സൊക്കെ എന്തായിരുന്നു പറഞ്ഞു ഇങ്ങനെ ഡാൻസ് കണ്ടല്ലോ? ചിലവ് വേണം. അല്ലാതെ അവർക്ക് ഭയങ്കര ഹാപ്പി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അവരെല്ലാം ഭയങ്കര ഹാപ്പിയായി കൺഗ്രാജുലേഷൻ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ. എത്രയല്ലേ പഠിക്കുക? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെന്റ് തെരേസ കോളേജ്. ഓക്കെ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫെസ്റ്റിവൽ മൂഡിൽ സ്ഥലമാണല്ലോ. അപ്പോൾ അവരൊക്കെ വീഡിയോ കണ്ടിട്ട് എന്തായിരുന്നു ഒരു പറഞ്ഞു? അവർക്ക് ഞാൻ ചേച്ചിയുടെ അനിയത്തിയാന്ന് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ഇയർ അല്ലേ, ചെന്ന് ചേർന്നുള്ളൂ. അപ്പോൾ കോളേജൊക്കെ അടിച്ചിട്ട് പരിചയമായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട്സൊക്കെ കണ്ടു, ഇങ്ങനെ ആശംസ പറയണമെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഡാൻസർമാരാണ്. രണ്ടുപേരും ചെറുപ്പം മുതലേ ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണ്. ഭരതനാട്യം കളിക്കുന്നുണ്ട്, കുച്ചിപ്പുടിയുണ്ട്, അതുപോലെ കേരളനാട്യം, അതുപോലെ നിങ്ങൾ ബാക്കിയുള്ള ഇഷ്ടപ്പെടുന്ന ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്, കലോത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ 3ാം ക്ലാസ് തൊട്ട് മത്സരിക്കുന്നതാണ്. ഇവള് 8 തൊട്ടാണ് ഇറങ്ങാൻ തുടങ്ങിയത്. പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് കുച്ചിപ്പുടിയും കേരളനാട്യത്തിനും ജില്ലയിൽ നിന്ന് ഫസ്റ്റും സ്റ്റേറ്റിൽ എ ഗ്രേഡും ഉണ്ടായിരുന്നു. ഇവൾക്ക് കേരളനാട്യത്തിന് എ ഗ്രേഡ് സ്റ്റേറ്റിൽ ഫസ്റ്റും സ്റ്റേറ്റിൽ എ ഗ്രേഡും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇപ്പോൾ ആള് പറയണു മറ്റേ, അതായത് ഇപ്പോഴാണ് കുച്ചിപ്പുടി ഈ വർഷം മുതലാണ് പഠിച്ചു തുടങ്ങിയത്. താങ്കൾ തീർത്ത എങ്ങനെയായിരുന്നു നേരത്തെ മുതലേ? എല്ലാം കുച്ചിപ്പുടി 5ാം ക്ലാസ്സിലാണ് ഇറങ്ങിയത്. ഇവൾക്ക് സൈസ് ഇല്ലാത്തതുകൊണ്ട്, പൊക്കം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും കുഞ്ഞെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് 10ാം ക്ലാസ് ഞങ്ങൾ കഴിഞ്ഞ് സാർമാരൊക്കെ നോട്ടീസ് ചെയ്ത് സാറിൻ്റെ പറഞ്ഞു, സാറേ ഇവിടെ 10ാം ക്ലാസ് ആയോ? സാറ് അയ്യോ 10ാം ക്ലാസ് ആയോ, അങ്ങനെയാണ് കുച്ചിപ്പുടി ഇറക്കിയത്. അങ്ങനെ വിചാരിച്ച് കുച്ചിപ്പുടി വർഷം. അതായത് ഈ ആൾക്കാരുടെ വലിപ്പം അതൊക്കെ ഇതിനകത്തൊരു ഫാക്ടറാണ്. ഇവളെല്ലാവരും കുഞ്ഞെന്ന് വിചാരിച്ചിരിക്കണേ. ഞാൻ 5, 4, 3 എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിരിക്കുന്നത്. ഡാൻസിന് സൈസ് അങ്ങനെയല്ല, പക്ഷെ ഇവളെല്ലാവരും കുഞ്ഞാണ്, അത് അത്ര ആയില്ല, അങ്ങനെ ഒരു ക്യൂട്ട് അങ്ങനെ രീതിയിലാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അതായത് ഇപ്പോൾ ഭരതനാട്യം ഉണ്ട്, കേരളനാട്യമുണ്ട്, കുച്ചിപ്പുടി ഉണ്ട്. ഇതിൽ ശരിക്കും ഏറ്റവും പഠിക്കാൻ ഡിഫിക്കൽട്ടായിട്ടുള്ളത് ഏതായിരിക്കും? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് കുച്ചിപ്പുടിയാണ് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്. ഏറ്റവും എളുപ്പം പഠിക്കാൻ കുച്ചിപ്പുടിയാണ്.
പക്ഷെ ഇവൾക്ക് ഭരതനാട്യമാണ് എളുപ്പം. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടവും പിന്നെ അവരുടെ കളിക്കാനുള്ള കഴിവും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ മലയാള സിനിമയിലുള്ള ഒരുവിധ മഞ്ജു വാര്യരാണെങ്കിലും നവ്യ നായരാണെങ്കിലും ഇവരൊക്കെ ഡാൻസ് ചെയ്യുന്ന സിനിമയിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ സിനിമ സ്വപ്നങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സിനിമ പോകാൻ ഇഷ്ടമാണെന്നോ? ഇവർക്ക് സിനിമ എനിക്ക് സിനിമ പോകാൻ ഇഷ്ടമാണ്. ചേച്ചിക്ക് ഇഷ്ടമാണ്. നമുക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതായത് പണ്ട് കാലങ്ങളിൽ കൂടുതൽ അതായത് ഇപ്പോൾ മോനിഷ ആണെങ്കിലും അതുപോലെ ഈ പറയുന്ന മഞ്ജു വാര്യരാണെങ്കിലും നവ്യ നായരാണെങ്കിലും കാവ്യ ഇവരൊക്കെ ഈ ഡാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ മത്സരിച്ചിട്ടാണ് സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ ഒരു ഫാക്ടറായിരുന്നു നേരത്തെ ഡാൻസുകാർ അവരുടെ പെർഫോമൻസ് കൊണ്ട് സിനിമയിൽ അതുപോലെ ആക്ടിങ്ങിലാണെങ്കിലും അവർ മികച്ചുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയണ ഇപ്പോൾ ഭരതനാട്യം ആണെങ്കിലും അതുപോലെ കുച്ചിപ്പുടി ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ഫേസിലുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളും ഭയങ്കര പ്രാധാന്യമുള്ളൊരു ഡാൻസാണ്. ചുമ്മാ ഡാൻസ് കളിച്ച് പോകല്ല, അതിൽ എക്സ്പ്രഷനുണ്ട്, കഥയുണ്ട്, ആളുകളിലേക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ എത്തുന്ന രീതിയിൽ പെർഫോമൻസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് കാണുന്നവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ അഭിനയം ആ ഒരു താല്പര്യമൊക്കെ എങ്ങനെയുണ്ട് ശരിക്കും? ഇപ്പോൾ ഡാൻസ് പറയുമ്പോൾ ഓൾറെഡി ആക്ടിങ് എല്ലാവർക്കും അറിയാവുന്ന ഡാൻസിൽ എല്ലാവർക്കും ഒരുമാതിരി ആക്ടിങ് അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സിനിമ മേഖല ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇവളെ സിനിമക്കെട്ടാണ് കുറച്ചുകൂടി ഇഷ്ടം. തീർത്തേക്ക് ഡാൻസ് ഇപ്പോൾ ഒരു കൊറിയോഗ്രാഫർ എങ്ങനെയാണ് സിനിമ അതിനെ കാണുന്നത് എങ്ങനെയാണ്? ഫ്യൂച്ചറിൽ എങ്ങനെയാണ് അതിന് മുന്നോട്ട് പോകാൻ എങ്ങനെ ആഗ്രഹിക്കുന്നത്? ഡാൻസിന് എനിക്ക് ജോലിയോടൊപ്പം തന്നെ ഡാൻസ് കൊണ്ടുപോകാനാണ് ഇഷ്ടം. ഒന്നിനെ മാറ്റി നിർത്താതെ ഡാൻസ് ഫ്യൂച്ചറിൽ കൊണ്ടുപോകാനാണ് ഇഷ്ടം. ഇപ്പോൾ ഈ നമ്മുടെ പ്രാർത്ഥന കളിച്ച ഡാൻസ് ഇപ്പോൾ വൈറലായ ഡാൻസ് ശരിക്കും ഷൂട്ട് ചെയ്ത് തീർത്തേം കൂടെ ഉള്ളപ്പോഴാണെന്ന് പറയുന്നു. അപ്പോൾ അത് അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് എടുക്കണമെന്ന് പെട്ടെന്നൊരു തോന്നലുണ്ട്. അത് ആ നിമിഷത്തെക്കുറിച്ച് എന്താ തോന്നുന്നത്? അത് ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പം എനിക്കിത് അത് ഇവിടെ ഭയങ്കര സന്തോഷത്തോടെ കളിക്കാൻ അത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കുമല്ലായിരുന്നോ. അപ്പോൾ പിന്നെ ചുമ്മാ ഒരു രസം വെറുതെ പിടിക്കാമെന്ന് വിചാരിച്ചതാണ്. അതിപ്പം അത് പിടിച്ച് വെറുതെ കണ്ടുകൊണ്ടിരുന്നപ്പം ഇത് കൊള്ളാല, ആ പാട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എഡിറ്റ് ചെയ്ത് റീ ചുമ്മാ. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതുപോലെ വൈറൽ ഗേളായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. നീ കളിക്കുന്ന ഡാൻസുകളും ചെയ്യുന്ന പാട്ടുകളും എല്ലാം വൈറലാവട്ടെ, തകർക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.